നമസ്കാരം. ഞാൻ ലക്ഷ്മിക്കാണ്. ഐതിഹ്യമാല എഴുതിയ കൊട്ടാരത്തിൽ ശങ്കുണ്ണിക്ക് ശേഷം ഒരു രണ്ടാം കൊട്ടാരത്തിൽ ശങ്കുണ്ണി ആയിട്ട് ഒരാൾ വന്നിട്ടുണ്ട്. മറ്റാരുമല്ല, നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി. അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്, ശബരിമല ഐതിഹ്യത്തിൽ അയ്യപ്പനോടൊപ്പം വാവരുമുണ്ട്. വാവരെ ഇകഴ്ത്തിയാൽ അയ്യപ്പ ഭക്തർ അംഗീകരിക്കില്ല. ലോകപ്രസിദ്ധമായിട്ടുള്ള ഗുരുവായൂർ ക്ഷേത്രനടയിൽ പോയി നിന്ന് ആ തിരിയിരിക്കുന്നിടത്താണോ നിങ്ങളുടെ കൃഷ്ണൻ ഇരിക്കുന്നത് എന്ന് ചോദിച്ച ക്ഷേത്രങ്ങളെക്കുറിച്ചും ക്ഷേത്രാചാരങ്ങളെക്കുറിച്ചും ഒന്നും അറിയാത്ത ആളാണ് ഈ പറയുന്നത്. ഒരു സംശയം ചോദിച്ചോട്ടെ. തന്ത്രവിധി പ്രകാരം, ക്ഷേത്ര പ്രമാണങ്ങൾ പ്രകാരം യോഗീശ്വരനായിട്ട് യോഗനിദ്രയിലിരിക്കുന്ന സ്വാമി അയ്യപ്പന്റെ ക്ഷേത്രാചാരങ്ങളെ ലംഘിച്ചുകൊണ്ട് ഇരുട്ടിന്റെ മറവിൽ യുവതികളെ സന്നിധാനത്തെത്തിച്ചപ്പോൾ ഏത് ഭക്തരാണ് അംഗീകരിക്കുമെന്ന് താങ്കൾ കരുതിയത്? നമ്മൾ സാധാരണ ഉത്സവ സ്ഥലങ്ങളില് അല്ലെങ്കിൽ ആരാധനാലയങ്ങളുടെയൊക്കെ മുൻപിലെത്തുമ്പോൾ ഏത് മതസ്ഥരുടെ ആയാലും അവിടെ എത്തുന്നവരുടെ ആവശ്യങ്ങളുമായിട്ട് അല്ലെങ്കിൽ അവരുടെ ഇഷ്ടങ്ങളുമായിട്ടൊക്കെ ബന്ധപ്പെട്ടിട്ട് അനേകം സാധനങ്ങളൊക്കെ വിൽക്കാൻ വെച്ചിട്ടുണ്ടാകും. എന്നാൽ ഹൈന്ദവ ക്ഷേത്രങ്ങളുമായിട്ട് കേന്ദ്രീകരിച്ച് ചിലർ അതുപോലെ നടത്തുന്ന ഒരു വിശ്വാസ കച്ചവടമാണ് ഇദ്ദേഹം പറഞ്ഞ ഈ കഥാപാത്രത്തിലുള്ള വ്യക്തി. കാരണം സാക്ഷാൽ അയ്യപ്പസ്വാമിയുടെ കാലഘട്ടത്തിൽ കേട്ടുകേൾവി പോലും ഇല്ലാത്ത ഒരു വ്യക്തിയാണിത്. അല്ലെങ്കിൽ ആ കാലഘട്ടത്തിൽ ഇല്ലാതിരുന്ന ഒരു വിശ്വാസത്തിന്റെ ഭാഗമായിട്ടുള്ള വ്യക്തി. അങ്ങനെയുള്ള ഒരു വ്യക്തിയെ ഹിന്ദുക്കളുടെ തലയിൽ കെട്ടിവെക്കാൻ നോക്കുമ്പോൾ ഐതിഹ്യവും ചരിത്രവും ക്ഷേത്രവും ക്ഷേത്രാചാരങ്ങളും ഒക്കെ അറിയുന്ന ആചാര്യന്മാര് അതിനെ ശക്തമായിട്ട് എതിർത്തു. കാരണം പരമ്പരാഗത ഇരുമീലി പാതയിലൂടെ വേണം ഭക്തർ ശബരിമലയിൽ എത്താനെന്ന് സാക്ഷാൽ മണികണ്ഠസ്വാമി തന്നെ നിർദ്ദേശിച്ചിട്ടുള്ളതാണ്. അങ്ങനെ എത്തുന്ന ഭക്തർക്ക് കാവലായിട്ട് 7 ശിവഭൂതഗണങ്ങളെ സാക്ഷാൽ മണികണ്ഠസ്വാമി നിയോഗിച്ചിട്ടുണ്ട്. അതിലെ ആദ്യത്തെ ശിവഭൂതഗണമായിട്ടുള്ള വാപുരസ്വാമിയെയാണ് ചിലർ ആൾമാറാട്ടം നടത്തി അവരുടെ ഒരു വിശ്വാസത്തിന്റെ ഭാഗമാണെന്ന് വരുത്തി തീർത്ത് ഹിന്ദുക്കളുടെ തലയിൽ കെട്ടിവെച്ചിരിക്കുന്നത്. കാരണം ഹിന്ദുക്കളല്ലാതെ ആരും തന്നെ ആ വിശ്വാസത്തിനെ ആ സമുദായത്തിലോ പോലും ഉൾക്കൊള്ളുന്നില്ല. അങ്ങനെ അവകാശികളില്ലാത്ത ഒരു അനാഥ കഥാപാത്രത്തെ ഹിന്ദുക്കളുടെ തലയിൽ കെട്ടിവെച്ചപ്പോൾ അതിനെക്കുറിച്ചിട്ട് അറിയുന്നവര് അതിനെ എതിർത്തു. അതിനെയാണിപ്പോ കടൽ ഏതാണ്, കടലാടി ഏതാണ് എന്നറിയാതെ കല്ലും മുള്ളും കാലിക്കുത്ത എന്നൊക്കെ ശരണം വിളിച്ചവര് ഇപ്പോ സാക്ഷാൽ അയ്യപ്പസ്വാമിയുടെ ചരിത്രവും ഐതിഹ്യവും ഒക്കെ പഠിപ്പിക്കാനായിട്ട് ഇറങ്ങിയിട്ടുള്ളത്.